വിഷകണ്ഠൻ തെയ്യം കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരിക്കടുത്ത് ചാത്തമ്പള്ളിക്കാവിൽ കെട്ടിയാടുന്ന തെയ്യമാണ് ചാത്തമ്പള്ളി വിഷകണ്ഠൻ. തുലാമാസം 10-ാം തീയതി രാവിലെ 4 മണിക്കാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ഉത്തരമലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത് തുലാം 10-നാണ്. കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ തെയ്യത്തിൻ്റെ വരവോടുകൂടിയാണ് തെയ്യക്കാലം ഇവിടെ ആരംഭിക്കുന്നതും. തെയ്യം കെട്ടിയാടിയതിനു ശേഷം ഈ തെയ്യം കരിമാരത്ത് നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് പോകുന്ന പതിവുമുണ്ട്. കണ്ണൂർ കൊളച്ചേരി ചെക്കിക്കുളം പാതയിൽ ഏറെ അകലെയല്ലാതെ ചാത്തമ്പള്ളിക്കാവ് നിലകൊള്ളുന്നു. കൊളച്ചേരി ദേശത്തെ പ്രമാണിയും പേരുകേട്ട വിഷവൈദ്യനുമായിരുന്നു കരിമാരത്ത് നമ്പൂതിരി. ആ നാട്ടിലെ അവർണജാതിയിലെ അംഗമായിരുന്നു കണ്ഠൻ. ശിവന്റെ മദ്യപാനത്തിൽ മനംനൊന്ത പാർവതി കള്ള് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് മാറ്റിയെന്നും കോപിഷ്ഠനായ ശിവൻ സൃഷ്ടിച്ച പുരുഷനാണ് അവർണനെന്നും ഐതിഹ്യങ്ങളിൽ പറയുന്നു. ചാത്തമ്പള്ളി തറവാട്ടിൽ ഒരു കുട്ടി ജനിച്ചു. കണ്ഠൻ പതിവിന് വിപരീതമായി കണ്ഠനെ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ കണ്ഠനെ പഠിപ്പിക്കുവാൻ എല്ലാ ഗുരുക്കന്മാരും തയ്യാറായില്ല. എന്നിട്ടും ഒരു ഗുരുവിനെ കണ്ടെത്തി കണ്ഠനെ പഠിപ്പിച്ചു. കൂട്ടത്തിൽ വിഷവൈദ്യവും പഠിപ്പിച്ചു. പഠനമൊക്കെ കഴിഞ്ഞെങ്കിലും കണ്ഠൻ കുലത്തൊഴിലായ തെങ്ങുചത്തിൽ ഏർപ്പെട്ടു. ആ ഇടയ്ക്കൊരു ദിവസം കോവൂർ നാട്ടിലെ പേരുകേട്ട തറവാട്ടുകാരായ കോവൂർ ചാത്തോത്തിലെ ഒരു ഗർഭിണിക്ക് പാമ്പുകടിയേറ്റു. സകല ദിക്കിലും കൊണ്ടുപോയി. ആർക്കും ചികിത്സിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം 10-12 കിലോമീറ്റർ അകലെയുള്ള കരിമാരത്തില്ലത്തെ നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി. പാമ്പുകടി ഏറ്റിട്ട് 24 മണിക്കൂറാകുന്നു സമയം. കരിമാരത്തില്ലത്തെത്തിയ ഉടനെ ലക്ഷണശാസ്ത്രപ്രകാരം മരണം നടന്നു എന്ന് പറഞ്ഞ് നമ്പൂതിരി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവരെ മടക്കുന്നു. വിഷവൈദ്യത്തിൽ അവസാന വാക്കാണ് കരിമാരത്ത് നമ്പൂതിരിയുടേത്. കോവൂരിലേക്ക് തിരിച്ച് മൃതദേഹവുമായി അവർ പോകുമ്പോൾ എതിരെ വന്ന കണ്ഠൻ കാര്യമന്വേഷിച്ചു. ഒരു ചെത്തുകാരന് നായർ തറവാട്ടുകാർ നൽകുന്ന വില മാത്രമേ ആ ചോദ്യത്തിന് അവർ നൽകിയുള്ളൂ. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പഴയ ഒരു സഹപാഠി കണ്ഠനെ തിരിച്ചറിയുകയും വിഷവൈദ്യത്തിൽ ഗുരു കണ്ഠനെയാണ് പിൻഗാമി ശിഷ്യനാക്കിയതെന്നൊക്കെ പറഞ്ഞ് കണ്ഠനെ കൊണ്ട് കരിമാരത്തെ നമ്പൂതിരി മരിച്ചു എന്ന് പറഞ്ഞ സ്ത്രീയെ പരിശോധിപ്പിക്കുന്നു. കണ്ഠൻ പറഞ്ഞു, തൊട്ടടുത്തെ കുളത്തിൽ കൊണ്ടിടാൻ. കുമിള വരുന്നുണ്ടെങ്കിൽ എടുത്ത് കരക്കി കിടത്തിക്കൂ. എന്നിട്ട് കണ്ഠൻ തെങ്ങിൻ്റെ മുകളിൽ കയറി കൊലക്കരുത്ത് മന്ത്രം പ്രയോഗിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ കുമിളകൾ വന്നു തുടങ്ങി. എടുത്ത് കരക്കി കിടത്തി കണ്ഠൻ എന്തൊക്കെയോ മരുന്ന് നൽകി. നാട്ടിലേക്ക് വന്നു. അവരുടെ അസുഖമൊക്കെ ഭേദമായി ഒരു കുട്ടിയെ പ്രസവിച്ചു. തറവാട്ടുകാർ കണ്ഠന് ചികിത്സയ്ക്ക് പ്രതിഫലം നൽകിയെങ്കിലും സ്വീകരിച്ചില്ല. പക്ഷേ തറവാട്ടുകാർക്ക് കണ്ഠന് യുക്തമായ പ്രതിഫലം കൊടുക്കണമെന്ന തോന്നലുണ്ടായി. കാരണം മരിച്ച ആളെ ജീവിപ്പിച്ചത് കണ്ഠനാണല്ലോ. കോവൂർ നാടിൻ്റെ ജന്മിയായ കല്യാട് യശമാനനെ കണ്ട് കൊളച്ചേരിയിൽ കുറച്ച് സ്ഥലം കിട്ടാൻ ആവശ്യമായത് ചെയ്യുവാൻ പറഞ്ഞു. കല്യാട്ട് യേശമാൻ ആവശ്യപ്രകാരം കോവൂർ ചാത്തോത്തുകാർക്ക് കരിമാരത്ത് കുറച്ച് സ്ഥലം നമ്പൂതിരി കൊടുത്തു. അതിലൊരു വീട് വെച്ച് വീട്ടിൽ കൂടലിന് കണ്ഠനെയും ക്ഷണിച്ചു. ഭക്ഷണം കഴിഞ്ഞ് വീടിൻ്റെ താക്കോൽ കൂട്ടം കണ്ഠന് നൽകി തറവാട്ടുകാർ കോവൂരിലേക്ക് വന്നു. ഈ സംഭവം കരിമാരത്തെ നമ്പൂതിരി അറിഞ്ഞു. നമ്പൂതിരി മടക്കിയ സ്ത്രീയെ ജീവിപ്പിച്ച കണ്ഠൻ വളരുന്നത് നമ്പൂതിരിക്ക് ദോഷം ചെയ്യുമെന്ന ഉപജാപ സംഘത്തിൻ്റെ വാക്കിൽ കണ്ഠനെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇല്ലത്താർക്കോ പാമ്പുകടിയേറ്റു. കണ്ഠനോട് നമ്പൂതിരി അടിയന്തരമായി ഇല്ലത്തെത്താൻ പറഞ്ഞു. ദൂതൻ്റെ കൂടെയുള്ള യാത്രയിൽ കണ്ഠനെ വഴിയിൽ വെച്ച് അപായപ്പെടുത്തുന്നു. കരിമാരത്തില്ലത്ത് ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. ദുർമരണങ്ങൾ, മാറാവ്യാധി എന്നിങ്ങനെ പല കാര്യങ്ങളിലും കഷ്ടപ്പെട്ടപ്പോൾ ജ്യോതിഷിയെ വരുത്തി പ്രശ്നം വെച്ച് നോക്കി. കണ്ഠൻ ദൈവക്കോലമായി മാറിയെന്നും ഒരു സ്ഥാനം നൽകി തെയ്യം കെട്ടി ആടിക്കണമെന്നും ദൈവപ്രശ്നത്തിൽ കണ്ടു. കരിമാരത്തെ നമ്പൂതിരി അങ്ങനെ ഒരു കോട്ടമുണ്ടാക്കി തെയ്യം കെട്ടി ആടിച്ച് ആ കോട്ടവും പറമ്പും കണ്ഠൻ്റെ കുടുംബത്തിന് നൽകി. തുലാം 10-ന് പുലർച്ചെ ഇറങ്ങുന്ന തെയ്യം വൈകുന്നേരം 6 മണിക്കാണ് മുടിയഴിക്കുക. ഇതിനിടയിൽ കരിമാരത്തില്ലത്തേക്ക് ഒരു യാത്രയുമുണ്ട്. ഈ തെയ്യം കരിമാരത്ത് നമ്പൂതിരിയുടെ ഇല്ലത്തിൻ്റെ പടിപ്പുര വരെ പോവുകയും തന്നെ ചതിച്ചു കൊന്ന കാര്യങ്ങൾ പറയുകയും തിരിഞ്ഞു നടക്കാതെ പിറകോട്ട് നടന്നുകൊണ്ട് ഇല്ലത്ത് നിന്ന് പടിയിറങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ഉത്തരമലബാറിലെ തെയ്യകാലത്തിന് തുടക്കമാവുകയും ചെയ്തു.